ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ? അതെ, ജാനകി അമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. സംഗീതത്തെ ഒരല്പമെങ്കിലും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത്രയേറെ പ്രിയങ്കരിയാണ് ജാനകി അമ്മ, അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സംഗീതാധിഷ്ഠിതമായിട്ടാണ് കൂടുതലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. എല്ലാം ചെയ്യാറുണ്ടെങ്കിലും അപ്പം നമ്മുടെ ചാനലിൽ കൂടി ജാനകി അമ്മയ്ക്ക് ഒരു നമ്മുടേതായ ഒരു കൊച്ചു സ്നേഹാദരവ്, അതാണ് ഇപ്രാവശ്യത്തെ എപ്പിസോഡ്. അപ്പം ജാനകി അമ്മയുടെ കുറേ പാട്ടുകൾ, നമുക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്നത് ഒന്ന് രണ്ട് ലൈൻ. മെയിനായിട്ടൊരു പാട്ട്, ഒരു സ്മ്യൂൾ സോങ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ ഒരു പാട്ട് ഓടി വരുമോ, ഏതാണെന്നറിയോ? എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിപഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. അത് പിന്നെ എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പാട്ടാണ്. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം, എങ്ങോ പൊഴിയും നേരം എന്തേ ഹൃദയം തേങ്ങി. ആ പാട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്, എണ്ണിയാലും തീരാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാട്ടുകൾ. അപ്പം അവർ ഒരിക്കലും മരിക്കുന്നില്ല, അല്ലേ? ഈ ഗായകർക്കുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ശബ്ദത്തിലൂടെ അവർ ജനഹൃദയങ്ങളിൽ വർഷങ്ങൾ പോയ എത്ര ലോകമുള്ളിടത്തോളം കാലം അവർ ജീവിക്കുവാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ ആ മനോഹരമായ ശബ്ദത്തിൽ, ഒരു മലയാളി അല്ലെന്ന് നമുക്ക് ഒരിക്കലും ജാനകിയമ്മയെക്കുറിച്ച് തോന്നിയിട്ടില്ല. കാരണം ഓരോ വരികളുടെയും ആ ഫീൽ ഉൾക്കൊണ്ട് അവർ പാടുന്ന, ഏത് കൊച്ചു പിള്ളേരുടെ രീതിയിൽ പാടണമെങ്കിൽ ഇത് ആ പാട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞിട്ട് ആ ഓളങ്ങൾക്കകത്തെ ആ പാട്ടും, അതൊക്കെ ഏത് രീതിയിലുള്ള പാട്ടുകളും അനായാസമായിട്ട് പാടാനും, പിന്നെ ഒരു ഗായിക ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു അപൂർവമായ ജന്മങ്ങളിൽ ഒരെണ്ണമായിരുന്നു ജാനകി അമ്മ എന്നൊക്കെ പറയുന്നത്. അവർ അമ്മ എന്ന് പറയുന്ന, നമ്മൾ സ്നേഹത്തോടെ ജാനകി അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം അത്ര അതിൻ്റെ ഒരു പര്യായം പോലെയാണ് ആയിരുന്നു ജാനകി അമ്മ. അവരുടെ ആ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും ന്യൂനം എന്ന് നമ്മൾ പാടുന്ന പോലെ, മണ്ണിലേക്ക് മടങ്ങുന്ന വെറും ഒരു പുല്ല് മാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതം എന്ന് അവരുടെ ആ എളിമയിൽ കൂടി, അവരുടെ ആ ഒരു ചിരിയിൽ കൂടി, അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്കറിയാം. ഒരു ഓയിൻ സാരിയൊക്കെ കൊടുത്ത് ചുമ്മാ ഒരു തലമുടി എണ്ണയൊക്കെ വെച്ച് ചീകിയിട്ട് ആ ഒരു പാട്ടുപുസ്തകവും പിടിച്ചുകൊണ്ട് ഒരേ രീതിയിൽ നിന്ന് പാടും. പക്ഷെ അവരുടെ മുഖത്ത് എത്ര ഹൈപ്പിച്ചിൽ പോയാലും അതിൻ്റെ ഒരു ഭാവവ്യത്യാസമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല. അനായാസമായിട്ട് ദൈവം അവരെ പാടാൻ വേണ്ടി മാത്രം ജന്മം കൊടുത്തതാണോ എന്ന് തോന്നിപ്പോകുന്ന പോലെ നമ്മൾ എത്ര പറഞ്ഞാലും ജാനകിയമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. അപ്പം ജാനകിയമ്മ പാടിയ കൂടവിടെ എന്ന മൂവിയിലെ ജോൺസൺ മാഷിൻ്റെ ആ മാജിക്കൽ മ്യൂസിക്, ONV കുറുപ്പിൻ്റെ മനോഹരമായ വരികളിൽ ജാനകിയമ്മ ആ ഒരു കോംബോയുടെ പാട്ട് ആടിവാ കാറ്റ്, ആ ഒരു സ്മ്യൂൾ സോങ്ങാണ് ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു മൂവിയാണെങ്കിൽ പോലും ആടിവാ കാറ്റ് പാടിവാ കാറ്റ്, ആ പാട്ടിൻ്റെ ആ ഒരു വിഷ്വലും അതെല്ലാം കൂടെ നമ്മളെ ഏതോ ഒരു കാറ്റിൽ ഒരു നല്ല പൂന്തോട്ടവും പൂമ്പാറ്റകളും പൂക്കളും പുഴകളും ഒക്കെ ഉള്ള ഏതോ ഒരു മനോഹരമായ സ്ഥലത്തൊരു കാറ്റ്, ആ കാറ്റിൽ കൂടെ നമ്മളിങ്ങനെ പാറി പറന്നു പോകുന്ന, ആടിപ്പാടി നടക്കുന്ന ഒരു ഫീലാണ് ആ പാട്ടിൻ്റെ മൊത്തം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ജോഡിയായിരുന്നു മമ്മൂട്ടി, സുഹാസിനി. കുറേ മൂവീസ് അവർ ഒരുമിച്ച്, പ്രണാമം, എൻ്റെ ഉപാസന, രാക്കുയിലിൻ്റെ സഹസിൽ, അങ്ങനെ കുറേ. അതുപോലെ റഹ്മാൻ അന്നത്തെ യുവജനങ്ങളുടെ ഒരു ഹരമായിരുന്നു. റഹ്മാൻ തരംഗമായിരുന്നു അന്നൊക്കെ. റഹ്മാൻ രോഹിണി, റഹ്മാൻ ശോഭന, റഹ്മാൻ രേവതി, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റഹ്മാൻ തന്നെ ഒരു കൊച്ചു പയ്യനായിട്ട്. അപ്പോൾ ആ മൂവിയും അതിൻ്റെ അകത്ത് ഈ പാട്ടും എന്നും ഭയങ്കരമായിട്ട് ഒത്തിരി മലയാളികളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണിത്.
അത് എൻ്റെ ഒരു ആ പാട്ടിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഞാനിവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഒക്കലോഹോമ മലയാളി അസോസിയേഷൻ്റെ സ്റ്റേജിൽ ഒരു പ്രാവശ്യം ഞാനിത് പാടി കുളമാക്കിയതാണ് ഈ പാട്ട്. കാരണം നമ്മൾ സ്റ്റേജിൽ പാടുമ്പം ഇപ്പം ഒത്തിരി നല്ല സിംഗേഴ്സൊക്കെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ വരുമ്പോൾ അവരതുപോലെ സൗണ്ട് ചെക്കും അതുപോലെ എല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് അവർ പാടുന്നത്. നമ്മളെപ്പോലെയുള്ള ചുമ്മാ ഉള്ള പാട്ടുകാരൊക്കെ പോയി കിട്ടുന്ന വൈക്ക് വെച്ച് പോകുന്ന പോലെ പാടുമ്പം നമുക്ക് പലപ്പോഴും അതിൻ്റെ ട്രാക്ക് കേൾക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുഴപ്പമില്ല നന്നായിട്ട് പാടി കുഴപ്പമില്ലാതെ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും നല്ലൊരു പാട്ടുകാരിയൊന്നുമല്ല, ഞാൻ ഒത്തിരി കുറവുകളുണ്ട് എങ്കിലും നന്നായിട്ട് പാടിയെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും അതിലുമൊക്കെ ഒത്തിരി ഭേദമായിട്ട് ഞാൻ ഇവിടുന്ന് നന്നായിട്ട് തന്നെ പാടിയിട്ട് പോയതാണ്. പക്ഷേ ആ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും വന്ന ആർട്സ് ക്ലബിൻ്റെ കോർഡിനേറ്റർ നാൻസി ജേക്കബ് ആയിരുന്നു. അപ്പം നാൻസി ഇങ്ങനെ അനൗൺസ് ചെയ്യുവാണ് നമ്മുടെ ഓക്കലഹോമിയുടെ വാനമ്പാടി ഷൈനി പാടാമെന്ന്. ഞാൻ വാനമ്പാടിയൊന്നുമല്ല കേട്ടോ, ഞാൻ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആരും ഫീമെയിൽ സിംഗേഴ്സും അങ്ങനെ സ്റ്റേജിൽ കയറിയൊന്നും പാടാൻ അധികം ആൾക്കാരില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ കയറി പാടും. അതുകൊണ്ട് പേടിയാണ്. പ്രത്യേകിച്ചും പാട്ട് എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റുള്ളൊരു കാര്യമാണ്. അവതരണവും പ്രസംഗവും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമ്മളാളും എന്നെ അങ്ങ് മറന്നു പോയിട്ട് ഞാനതങ്ങ് ചെയ്യും. പക്ഷേ പാട്ട് എപ്പോഴും എനിക്ക് അന്നൊക്കെ ഒത്തിരി ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫീഡ്ബാക്ക് ഒന്നും ശരിക്കും കിട്ടാതെ വരുമ്പം പാട്ട് ശരിയാകാതെ വരും. അപ്പോൾ അങ്ങനെ അന്നും ചുരുക്കം ചില പാട്ടുകൾ മാത്രമേ ഞാൻ ഏകദേശം ശരിയായിട്ടൊക്കെ എനിക്ക് പാടാൻ പറ്റിയിട്ടുള്ളൂ സ്റ്റേജിൽ. അപ്പം ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര സങ്കടം. തിരിച്ചു പോകുന്നപ്പോൾ ഈ ആടിവാകാറ്റിൻ്റെ ആടിയെന്ന് കേൾക്കുമ്പോൾ ഞാൻ അന്ന് ഓടുമായിരുന്നു, ആ അവസ്ഥയിലെത്തിയായിരുന്നു. കുറേ കാലത്തേക്ക് എനിക്കതൊരു മാനസികമായിട്ടൊരു ഭയങ്കര ട്രോമയായിരുന്നു ആ പാട്ട് അത്രയും മോശമായിട്ട് പാടിപ്പോയല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം സങ്കടം തീർത്ത് ഞാനിന്ന് സ്മ്യൂളിൽ പെർഫെക്ഷൻ ഒന്നുമില്ല, നമുക്കറിയാലോ ഒത്തിരി കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ കൂട്ടത്തിലൊരു സിംഗറും കൂടെ ഉണ്ട്, മിനിയോട് ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ അറിയുമൊന്നുമില്ല. സ്കൂളിൽ എല്ലാ സിംഗേഴ്സുമായിട്ടും അങ്ങനെയാണ്, നമ്മൾ പാടും അവരെവിടെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇന്ന് ഈ പാട്ട് ഇടണമെങ്കിൽ എല്ലാവർക്കും തന്നെ മിക്കവാറും പേർക്ക് പാട്ട് ഇടുന്നതൊക്കെ ഇഷ്ടമാണ്, പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ പെർമിഷൻ ചോദിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് മിനിയെ രാവിലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സ്മ്യൂളിൻ്റെ ഇൻബോക്സ് മെസ്സേജ് ചെന്ന് ചോദിച്ചു, മിനിയുടെ ഈ ഒരു പാട്ട് നമ്മൾ രണ്ടും കൂടെ ഉള്ളൊരെണ്ണം ഇടട്ടെ, ഷോർട്ടായിട്ടേ ഇടുന്നുള്ളൂ, മൊത്തം ഇടുന്നില്ല, അപ്പം ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇട്ടോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി പുള്ളിക്കാരി പാടി ഇടുന്ന ടൈമിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ തന്നെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ ഓർ സം അതർ പ്ലേസ് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ US-ലാണ്. അപ്പം പറഞ്ഞപ്പോൾ ഹ്യൂസ്റ്റണിലാണ്, തൊട്ട അയൽവക്കക്കാരിയാണ്. അപ്പം ഞങ്ങൾ 2 അമേരിക്കൻ മലയാളികൾ ഒരുമിച്ചാണ് ഈ പാട്ട് പാടുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. പിന്നെ ഞങ്ങൾ പാടുന്നതിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഈ പാട്ടൊന്ന് കേട്ട് നോക്കും, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ, ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ, ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃത, തിരുമുറിവുകളിൽ തൂകും കുളിരം
ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. അപ്പോൾ ഈ പാട്ടിൽ കൂടെ നിങ്ങളെല്ലാവരും ആടിയും പാടിയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക്, മമ്മൂട്ടി സുഹാസിനി കാലഘട്ടം, റഹ്മാൻ, ജാനകി അമ്മയുടെ ആ മനോഹര ശബ്ദം, അങ്ങനെയൊക്കെ ഒരു ലോകത്തേക്ക് കുറച്ചെങ്കിലും കൊണ്ടുപോകാൻ ഞങ്ങളുടെ പാട്ടിന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.